ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ സമയത്ത് ആൻസേഴ്സൊക്കെ മനസ്സിൽ ഓർത്തു നോക്കുക. 6 ആക്ടിവിറ്റികൾ ഉള്ളതിൽ 3ാമത്തേതിനും 4ാമത്തേതിനും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതിയാവും. ഒന്നാമത്തെ ആക്ടിവിറ്റി, ലാറ്റിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ഡ്രോൺ ബൈ ജോയിനിങ് പ്ലേസസ് ദാറ്റ് ഹാവ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ കേന്ദ്രത്തെ ആധാരമാക്കി ഭൂമധ്യരേഖയുടെ 2 വശങ്ങളിലുമായി ഒരേ കോണീയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ലാറ്റിറ്റ്യൂഡ്സ്. താഴെ നൽകിയിരിക്കുന്നവയിൽ അക്ഷാംശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23.5 ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെന്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് 23.5 ഡിഗ്രി വടക്കോട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാന രേഖ. അടുത്തത്, ദ 180 ഡിഗ്രി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അടുത്തത്, ദ ലൈൻ പാസിംഗ് ത്രൂ ഗ്രീനിച്ച് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് വഴി കടന്നു പോകുന്ന രേഖ. ഇനി 4ാമത്തേത്, ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 66.5 ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെന്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് 66.5 ഡിഗ്രി തെക്കോട്ട് സ്ഥിതി ചെയ്യുന്ന രേഖ. നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 and 2, 2 and 3, 3 and 4, 1 and 4. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ? 1ഉം 4ഉമാണ് അല്ലേ? ഏതൊക്കെയാണ്? ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23.5 ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെന്റർ ആൻഡ് ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 66.5 ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെന്റർ. ഇനി അതിലെ 2ാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ അതർ മേജർ ലൈൻസ് ദാറ്റ് ആർ ഈക്വലന്റ് ടു ലാറ്റിറ്റ്യൂഡ്സ്. അക്ഷാംശ രേഖകൾക്ക് സമാനമായ മറ്റു പ്രധാന രേഖകൾ കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അക്ഷാംശ രേഖകളെ പോലെ തന്നെ സമാനമായ മറ്റു രേഖ ഏതായിരുന്നു? രേഖാംശ രേഖകളായിരുന്നു അല്ലേ? The imaginary lines drawn on the surface of the earth connecting the north pole and the south pole with reference to earth center called the longitude. ഭൂമിയുടെ കേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും ബന്ധിപ്പിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ എങ്ങനെയുള്ള രേഖകളായിരുന്നു? കിടന്നുകൊണ്ടുള്ള രേഖകളായിരുന്നു അല്ലേ? ഇനി രേഖാംശ രേഖകൾ എങ്ങനെയുള്ള രേഖകളാണ്? കുത്തനെയുള്ള രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. പ്രൈം മെറിഡിയൻ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ലണ്ടനിനടുത്തുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഗ്രീനിച്ച് രേഖ അല്ലേ? അതിനെയാണ് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് അല്ലേ? 1ാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പ്രൈം മെറിഡിയൻ. ഇനി ഈ ഗ്രീനിച്ച് രേഖയുടെ നേരെ എതിർവശമുള്ള 180 ഡിഗ്രി രേഖാംശ രേഖയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അതാണ് 2ാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രേഖാംശ രേഖകളിൽ പ്രധാനപ്പെട്ടവയാണ് പ്രൈം മെറിഡിയനും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും. ഇനി ആക്ടിവിറ്റി 2, based on their nature, constitutions are classified as written and unwritten. ഭരണഘടനകളെ അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിത ഭരണഘടനകൾ എന്നും അലിഖിത ഭരണഘടനകൾ എന്നും തരംതിരിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ലിഖിത ഭരണഘടനകൾ അഥവാ എഴുതപ്പെട്ട ഭരണഘടനകളുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നത് എന്തെല്ലാമാണ്? ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ഏതെല്ലാം രാജ്യങ്ങൾക്കാണ് ലിഖിത ഭരണഘടനകളുള്ളത്? ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ് ലിഖിത ഭരണഘടനകളുള്ള രാജ്യങ്ങൾ. ഇനി അതിലെ 2ാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ദാറ്റ് ആർ ഇൻ അഗ്രിമെന്റ് വിത്ത് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. ഭരണഘടനാ സംവിധാനവുമായി പൊരുത്തപ്പെടുന്ന ഏതെങ്കിലും 2 സവിശേഷതകൾ കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ്? ഡിഫൈൻസ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, പൗരന്മാരുടെ അവകാശങ്ങൾ നിർവചിക്കുന്നുണ്ട്.
എൻഷുവേഴ്സ് ദ റൂൾ ഓഫ് ലോ, നിയമത്തിന്റെ ആധിപത്യം ഉറപ്പാക്കുന്നുമുണ്ട്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ ഒന്നാമത്തെ ചോദ്യം, ദ തിനേസ് ഇൻ ആൻഷ്യൻ തമിഴകം were rich in diverse geographical features. പുരാതന തമിഴകം പ്രദേശത്തിലെ തിണകൾ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമായിരുന്നു അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ ലിസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി. താഴെ നൽകിയിരിക്കുന്ന ലിസ്റ്റ് ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതാനാണ് കൂട്ടുകാർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഒരു കോളത്തിൽ തിണകൾ നൽകിയിട്ടുണ്ട്. ഏതെല്ലാമാണ്? കുറിഞ്ഞി, നെയ്തൽ, മുല്ലൈ. അടുത്ത കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്, അവയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളാണ് നൽകിയിരിക്കുന്നത് അല്ലേ? എന്തെല്ലാമാണ്? ഗ്രാസ് ലാൻഡ്സ്, ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയ്ൻസ്, കോസ്റ്റൽ റീജിയൻ. ഇനി കൂട്ടുകാർക്ക് ഇവിടെ ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. A1 B2 C3, A2 B3 C1, A3 B1 C2, A1 B3 C2. ഇതിലെ ശരിയായിട്ടുള്ള ജോഡി എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ്. A2 B3 C1 ആണ്. കുറിഞ്ഞി എങ്ങോട്ടാണ് വരേണ്ടത്? ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയ്ൻസ്. നെയ്തൽ എങ്ങോട്ടാണ് വരേണ്ടത്? കോസ്റ്റൽ റീജിയൻ. മുല്ലൈ എങ്ങോട്ടാണ്? ഗ്രാസ് ലാൻഡ്സ് ആണ് അല്ലേ? ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ മെയിൻ ഒക്യുപ്പേഷൻസ് ഓഫ് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദ എബവ് മെൻഷൻഡ് തിനേസ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന തിണകളിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രധാന ജോലികൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കുറിഞ്ഞി വിഭാഗക്കാരുടെ പ്രധാന ജോലികൾ എന്തെല്ലാമായിരുന്നു? കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, കാട്ടിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക, ആൻഡ് ഹണ്ടിങ്, വേട്ടയാടുക എന്നതായിരുന്നു അല്ലേ? ഇനി മുല്ലൈ വിഭാഗക്കാരുടെ പ്രധാന ജോലികൾ എന്തെല്ലാമായിരുന്നു? കാറ്റിൽ റെയറിംഗ്, പശുപരിപാലനമായിരുന്നു അല്ലേ? ഇനി നെയ്തൽ വിഭാഗക്കാരുടെ പ്രധാന ജോലികൾ എന്തെല്ലാമായിരുന്നു? ഫിഷിംഗ്, മത്സ്യബന്ധനം, സാൾട്ട് എക്സ്ട്രാക്ഷൻ, ഉപ്പ് നിർമ്മാണവുമായിരുന്നു അല്ലേ? ഇനി തേർഡ് ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ, ദ മെഗാലിത്തിക് കൾച്ചർ വാസ് മെയിൻലി എ ഹാൾമാർക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. മെഗാലിത്തിക് സംസ്കാരം ദക്ഷിണേന്ത്യയുടെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ റീജിയൻ റിലേറ്റഡ് ടു ദ മെഗാലിത്തിക് കൾച്ചർ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മെഗാലിത്തിക് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രദേശം കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? കാശ്മീർ, ഒഡീഷ, നാഗാർജുനകൊണ്ട, കൊൽക്കത്ത. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? നാഗാർജുനകൊണ്ടയാണ് അല്ലേ? ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദ മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തിലെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഡൈവേഴ്സ് അയൺ ടൂൾസ് were used for different purposes. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നെയോ പോട്ടറി വാസ് മെയ്ഡ് ആൻഡ് യൂസ്ഡ്, മൺപാത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. പിന്നെയോ വേരിയസ് മെത്തേഡ്സ് were adopted for burial, സംസ്കാരത്തിനായി വ്യത്യസ്ത രീതികൾ സ്വീകരിച്ചിരുന്നു. ദിസ് റിവീൽസ് ദ സയന്റിഫിക് നാച്ചർ ഓഫ് ബറിയൽ പ്രാക്ടീസസ്. ഇതിലൂടെ സംസ്കാര രീതികളുടെ ശാസ്ത്രീയ സ്വഭാവം വ്യക്തമാക്കുന്നു. ഇനി ഫോർത്ത് ആക്ടിവിറ്റി, അതിലെ ഒന്നാമത്തെ ചോദ്യം, വാട്ടർ ഈസ് ദ ബേസിസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് ജലം അല്ലേ? അബ്സർവ് ദ ഗിവൺ പിക്ചർ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം കൂട്ടുകാരോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? വാട്ടർ സൈക്കിളിന്റെ ചിത്രമാണ് അല്ലേ? വാട്ടർ സൈക്കിളിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? കണ്ടൻസേഷൻ, ഘനീകരണം, പ്രസിപ്പിറ്റേഷൻ, വർഷണം, ഇവാപ്പൊറേഷൻ, ബാഷ്പീകരണം, ഓഷ്യൻ വാട്ടർ, സമുദ്രജലം, ലേക്സ്, തടാകങ്ങൾ, റിവേഴ്സ്, നദികൾ അല്ലേ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ സ്റ്റേജ് ഓഫ് ദ വാട്ടർ സൈക്കിൾ ഷോൺ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും വാട്ടർ സൈക്കിളിന്റെ ഒരു സ്റ്റേജ് ഏതാണെന്ന് തിരിച്ചറിയാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഫ്രോസ്റ്റ്, മഞ്ഞുപാളി, ക്ലൗഡ്, മേഘം, കണ്ടൻസേഷൻ, ഘനീകരണം, സ്നോഫാൾ, മഞ്ഞുവീഴ്ച. ഇതിൽ ഏതാണ് വാട്ടർ സൈക്കിളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു സ്റ്റേജ്? കണ്ടൻസേഷൻ ആണ് അല്ലേ? ഘനീകരണമാണ്. 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ഏതാണ്? ഇവാപ്പൊറേഷൻ ആണ് അല്ലേ? ബാഷ്പീകരണം. പിന്നെയോ കണ്ടൻസേഷൻ, ഘനീകരണം. പിന്നെ ഏതാണ്? പ്രസിപ്പിറ്റേഷൻ, വർഷണമാണ് അല്ലേ? ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. താഴെ നൽകിയിരിക്കുന്ന ടേംസ് കൂട്ടുകാരോട് വിശദീകരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഇവാപ്പൊറേഷൻ, precipitation,
കണ്ടൻസേഷൻ. വാട്ടർ സൈക്കിളിൽ അടങ്ങിയിരിക്കുന്ന 3 സ്റ്റേജസ് ആണല്ലോ ഇത്. ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാഷ്യസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ചൂടിന്റെ സഹായത്തോടെ ദ്രാവകം അല്ലെങ്കിൽ ജലം വാതക രൂപത്തിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഇനി അടുത്തത് കണ്ടൻസേഷൻ എന്താണ്? ഘനീകരണം എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ. വായുവിൽ ഒരുപാട് ജലബാഷ്പം അല്ലെങ്കിൽ നീരാവി ഉണ്ടാകുമല്ലോ, അത് തണുത്ത ജലമായി മാറുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം. ഇനി അടുത്തത് പ്രസിപ്പിറ്റേഷൻ. വർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫാൾ ഓൺ എർത്ത് ആസ് ദ ക്ലൗഡ്സ് cannot hold it further due to its increased weight and size as a result of continuous condensation. തുടർച്ചയായി ഇങ്ങനെ ഘനീകരണം സംഭവിക്കുമ്പോൾ അതെല്ലാം മേഘങ്ങളിൽ പോയി തങ്ങി നിൽക്കും അല്ലേ? ഇങ്ങനെ തങ്ങി നിന്ന് മേഘങ്ങളിൽ ജലകണങ്ങളുടെ ഭാരവും വലിപ്പവും എല്ലാം കൂടുമ്പോൾ മേഘങ്ങൾക്ക് അത് താങ്ങാൻ കഴിയാതെ വരും. അങ്ങനെ മേഘങ്ങൾക്ക് അത് പിടിച്ചു നിർത്താൻ കഴിയാതെ ഭൂമിയിലേക്ക് വീഴുന്ന പ്രക്രിയയാണ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി 4ാമത്തെ ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ ആണ്. കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് ഹാവ് ദെയർ ഓൺ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്. ഭൂഖണ്ഡങ്ങൾക്കും സമുദ്രങ്ങൾക്കും സ്വന്തമായി ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ് ഓർഡർ. ശരിയായവ തമ്മിൽ വരച്ചു യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? അറ്റ്ലാന്റിക് ഓഷ്യൻ, വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം തുറമുഖം, പസഫിക് ഓഷ്യൻ. ഇനി 2ാമത്തെ കോളത്തിൽ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ചലഞ്ചർ ഡീപ്പ്, എസ് ഷേപ്ഡ്, ഇന്ത്യൻ ഓഷ്യൻ. ഓപ്ഷൻസ് എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? 1 എ, 2 ബി, 3 സി, 1 സി, 2 ബി, 3 എ, 1 ബി, 2 സി, 3 എ, 1 ബി, 2 എ, 3 സി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? 1 ബി, 2 സി, 3 എ എന്നിങ്ങനെയാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. അറ്റ്ലാന്റിക് ഓഷ്യൻ എസ് ഷേപ്ഡ് ആണ്, വിഴിഞ്ഞം പോർട്ട് ഇന്ത്യൻ ഓഷ്യൻ ആണ്, പസഫിക് ഓഷ്യൻ ചലഞ്ചർ ഡീപ്പ് ആണ്. ഇനി അതിലെ 2ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ വേസ് ഇൻ വിച്ച് ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. സമുദ്രങ്ങൾ മനുഷ്യ ജീവിതത്തെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത് എന്ന് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെല്ലാമാണ്? റെഗുലേറ്റ്സ് ക്ലൈമറ്റ്, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്. പ്രൊവൈഡ്സ് റിസോഴ്സസ് ഫോർ ലിവ്ലിഹുഡ്, ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകുന്നുണ്ട്. ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഹെൽപ്സ് മെയിൻറ്റെയിൻ ട്രേഡ് റിലേഷൻസ്, സമുദ്ര ഗതാഗതങ്ങൾ കച്ചവട ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. യൂസ്ഡ് ഫോർ ടൂറിസം, വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്ലേസ് എ റോൾ ഇൻ പ്രൊഡ്യൂസിംഗ് ഓക്സിജൻ ആൻഡ് കൺട്രോളിംഗ് ഗ്ലോബൽ വാർമിംഗ്, ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും ആഗോള താപനില നിയന്ത്രിക്കുന്നതിലും പങ്കുവഹിക്കുന്നുണ്ട്. ആക്ട്സ് ആസ് എ ബയോഡൈവേഴ്സിറ്റി സോൺ അക്കോമഡേറ്റിംഗ് മെനി ലിവിംഗ് ഓർഗാനിസംസ്, പല ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയായ ജൈവ വൈവിധ്യ മേഖലയായി പ്രവർത്തിക്കുന്നുണ്ട്. എയ്ഡ്സ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഫ്രം വേവ്സ് ആൻഡ് പ്യൂരിഫൈയിങ് സാൾട്ട് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഓൾദോ ഓൺലൈൻ സിസ്റ്റംസ് ഹാവ് മെയ്ഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഈസിയർ, ഫ്രോഡ്സ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. ഓൺലൈൻ സംവിധാനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലുമുണ്ട് തട്ടിപ്പുകൾ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഓൺലൈൻ സാമ്പത്തിക ഇടപാട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഡെബിറ്റ് കാർഡ്, ചെക്ക്, UPI, ക്രെഡിറ്റ് കാർഡ്സ്. ഇവയിൽ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏതാണ്? ചെക്കാണ് അല്ലേ? ചെക്ക് എങ്ങനെയാണ്? ചെക്ക് ഓൺലൈൻ ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് അല്ലേ? നമ്മൾ എത്രയാണ് ക്യാഷ് വേണ്ടതെന്ന് അതിൽ എഴുതി ഒപ്പിട്ടാണ് കൊടുക്കുക. ഇനി അതിലെ 2ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെന്റ് ഓൺലൈൻ ഫ്രോഡ്. ഓൺലൈൻ തട്ടിപ്പുകൾ തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ്? ഡു നോട്ട് ഷെയർ ATM പിൻ ആൻഡ് OTP. ATM പിന്നും OTPയും ഒന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്സ്. സംശയപരമായിട്ടുള്ള ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിംഗ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. അക്കൗണ്ട് വിവരങ്ങൾ ചോദിക്കുന്ന ഫോൺ സന്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കരുത്. ഡു നോട്ട് കീപ് ATM പിൻ ഓൺ ഫോൺ. ATM പിന്ന് ഫോണിൽ സൂക്ഷിക്കാൻ പാടില്ല. യൂസ് സ്ട്രോങ് പാസ്വേഡ്സ്, ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വൻറ്റ്ലി. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. ഇടയ്ക്കിടെ പാസ്വേഡ് മാറ്റിക്കൊണ്ടിരിക്കുക.
ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ജപ്പാൻ ഈസ് എ കൺട്രി ദാറ്റ് ഗ്രൂ വിത്ത് സ്ട്രോങ് വിൽ പവർ ഈവൻ ആഫ്റ്റർ സഫറിംഗ് ന്യൂക്ലിയർ അറ്റാക്സ് ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആണവാക്രമണം അനുഭവിച്ചിട്ടും ശക്തമായ മനോബലത്തോടെ വളർന്നു വന്ന രാജ്യമാണ് ജപ്പാൻ. നമുക്കറിയാം, ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ ശക്തമായ ആണവാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ എ ജാപ്പനീസ് ബ്രാൻഡ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഒരു ജാപ്പനീസ് ബ്രാൻഡ് ഏതാണെന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? മാരുതി, ടൊയോട്ട, ഫിയാറ്റ്, റിനോൾട്ട്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ടൊയോട്ടയാണ് അല്ലേ? ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ മോഡേണൈസേഷൻ ഓഫ് ജപ്പാൻസ് എക്കണോമി. ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നവീകരണത്തിന് കാരണമായ ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ്? ജാപ്പനീസ് സ്റ്റുഡൻസ് were sent abroad for education. ജാപ്പനീസ് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. പിന്നെയോ ഫോറിൻ ടെക്നീഷ്യൻസ് were appointed to train the workers. തൊഴിലാളികൾക്ക് പരിശീലനം നൽകാൻ വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയമിച്ചു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. കൂടുതൽ ചോദ്യപേപ്പറുകൾ ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 6 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.